അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്, ഏകകം എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിന് സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു പരിക്കുകളും മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സ്വസ്ഥതയെയും ഭദ്രതയെയും തകർക്കുമെന്നുള്ളതാണ് സത്യം. കുടുംബബന്ധത്തെ വ്യവഹരിക്കാൻ അള്ളാഹു കിതാബിലൂടെ പ്രയോഗിച്ച പദം റഹ്മ് എന്നുള്ളതാണ്. ആ പദം പരമകാരുണ്യകനായ അള്ളാഹുവിലേക്ക് വളരെ അടുത്തു നിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണ നാമങ്ങളിൽ റഹ്മാനും റഹീമുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം. ഈ പദത്തിൽ നിന്നാണ് ആ പദങ്ങൾ ഉത്ഭവിക്കുന്നത്. അള്ളാഹു തൻ്റെ തൊട്ടടുത്ത സ്ഥാനം അള്ളാഹു നൽകിയിട്ടുള്ളൊരു ബന്ധമാണ് പറഞ്ഞു വരുന്നത്. കുടുംബം കഴിഞ്ഞു വരുന്ന ഇടത്തിനാണ് നമ്മൾ വീട് എന്ന് വ്യവഹരിക്കുന്നത്. ആ വീട് എത്ര കണ്ട് സമാധാനവും ശാന്തിയും ആകണമെന്നതിന് വീടിനെ സംബന്ധിച്ച് പറയുന്ന ഖുർആനിക വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. അവിടെ മസ്കൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരുടെ നെട്ടോട്ടങ്ങൾ, വ്യവഹാരങ്ങൾക്കൊടുവിൽ അവൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമാണ് വീടെന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഖുർആൻ മൻസിൽ എന്ന് പറയുന്നുണ്ട്. അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗമുണ്ട്. മനുഷ്യൻ രാത്രിയിൽ കഴിച്ചുകൂടുന്ന ഇടം എന്നുള്ള നിലയിൽ ബൈത്ത് എന്നും, മനുഷ്യരുടെ ഏതൊരു വ്യവഹാരത്തിൻ്റെയും ഒടുവിൽ അവൻ എത്തിച്ചേരുന്ന സ്ഥലം എന്ന നിലയിൽ ദാറ് എന്നും. അപ്പോൾ ആ പദത്തെ നമ്മൾ വിശകലനം ചെയ്തു പോയാൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമികപരമായ പഠനത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വിധിവിലക്കുകളിൽ ഈ ബന്ധത്തിനും ഇത് കൂടിച്ചേരുന്ന ഇടങ്ങൾക്കുമൊക്കെയും ഇത്രമേൽ പ്രാധാന്യമുണ്ട് എങ്കിൽ അവിടെ നമ്മൾ വളരെ കരുതലോടെയും അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായും നല്ല ബന്ധത്തിൻ്റെ ഉടമകളാകാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം നിസാ സൂറത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു മാനവ ലോകത്തോട് പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ,
ഇത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹ, ആ ആത്മാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയുണ്ടായി. മിൻഹാ വബസ്സ മിൻഹുമാ റിജാലുൻ കസീറുൻ വനിസാഅ, എന്നിട്ട് ആ ഇണകളിൽ നിന്ന്, ആ ദമ്പതിമാരിൽ നിന്ന് ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വ്യാപിപ്പിച്ചവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ശേഷം ഏതൊരു അള്ളാഹുവിൻ്റെ പേരിലാണോ പരസ്പരം നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ അർഹാം, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. പടച്ചവനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ വചനത്തിൽ ചേർത്തു പറഞ്ഞത്, ഒരു അത്ഫിൻ്റെ വാവ് കൊണ്ട് ചേർത്തു പറഞ്ഞത് കുടുംബ ബന്ധത്തെയുമാണ്. അതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് ആ വചനം അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളെ ഓരോരുത്തരെയും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപെടലുകളൊക്കെ അള്ളാഹു വളരെ ഭംഗിയായി കൃത്യമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ നമ്മളെ നോക്കാനുണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നന്നാവും. ഇവിടെ ക്യാമറയുണ്ട് എന്ന് എഴുതി വയ്ക്കുന്നിടത്തൊക്കെ നമ്മൾ പരമാവധി ഭംഗിയാകാനൊക്കെ നമ്മൾ ശ്രമിക്കും. എന്നതുപോലെ അള്ളാഹു നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം, നിങ്ങളെ ഞാൻ നിരീക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അലർട്ടായിരിക്കാൻ, വിജിലൻ്റായിരിക്കാൻ, ജാഗരൂകരായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. ഒരു തലമുറയുടെ വിശ്വാസപരവും ധാർമ്മികവും ആയിട്ടുള്ള ചിന്തകൾക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒന്നാമത്തെ പാഠശാല കൂടിയാണ് വീട് എന്ന് പറയുന്നത്. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും പോലെ തന്നെ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ വീടുകളിൽ നിന്ന് കഴിയേണ്ടതുണ്ട്. നല്ലത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും പറ്റുന്ന ഇടമായി നമ്മുടെ വീടുകൾ മാറണം. അതിന് വിപരീതമായി നല്ലതിനു പകരം ചീത്ത കാണാനും ചീത്തയായിട്ടുള്ള സംഗതികൾ കേൾക്കാനും ദുരനുഭവങ്ങളും ഉള്ള ഒരു ഇടമായി വീടുകൾ മാറരുത് എന്നതാണ്. സമകാലിക ലോകത്ത് വീടുകളൊക്കെ അങ്ങനെ മാറിപ്പോകുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഈ ഒരു കുടുംബ സംവിധാനത്തെ ഇത്രമേൽ ഗംഭീരമായി അള്ളാഹു പറയുന്നത്? അതിൻ്റെ തുടക്കം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ കുടുംബത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ആ രണ്ട് വ്യക്തികളെ ചേർത്തിണക്കുന്ന രണ്ട് വലിയ ഗുണങ്ങളെ സംബന്ധിച്ച്, വലിയ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് മവദ്ദത്തും റഹ്മത്തും എന്നതാണ്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 21-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത്. ലി തസ്കുനു ഇലൈഹ, സമാധാനപൂർവ്വം നിങ്ങൾ ഒത്തുചേരുന്നതിന് വേണ്ടിയാണ് അത്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മവദ്ദത്തും റഹ്മത്തും ജീവിതത്തിൽ കൈമോശം വന്നു പോകാതെ ഓരോ വധുവും വരനും എന്ന് വെച്ചാൽ ഓരോ ദമ്പതിമാരും ഭാര്യയും ഭർത്താവുമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ്. പലപ്പോഴും വീടുകളിലേക്ക് തിരിച്ചെത്താൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഉള്ള സ്വസ്ഥതയും സമാധാനവും വീട്ടിലേക്ക് കയറുന്നതോടുകൂടി പോകുന്നു എന്നുള്ളതാണ് അത്തരം ആളുകൾക്കുള്ള പരാതികൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല, അത്യാവശ്യം കയറി ചെല്ലാൻ പറ്റും എന്നിടത്താണ് ആളുകൾ. അത്തരം മുസ്ലിം പോക്കറ്റുകളിലൊക്കെ കവലകളിലാണ് എല്ലാവരും സമാധാനം കണ്ടെത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂല്
ഏറ്റവും മോശം ഇടമെന്ന് പറഞ്ഞ സ്ഥലം ഈ സമുദായത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരുകയാണ്. അതിൻ്റെ പ്രശ്നം നമ്മൾ ദീനിനെ തലകുത്തനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ദീൻ പറയുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. മവദ്ദത്ത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലും തുടർന്ന് അങ്ങോട്ടുള്ള കുറേ ഘട്ടങ്ങളിലുമാണ് എങ്കിൽ ജീവിതാവസാനം വരെ ഈ റഹ്മത്ത് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. പഴയതുപോലെയുള്ള സൗന്ദര്യമോ പ്രസരിപ്പോ അതല്ലെങ്കിൽ ചടുലതയോ അതല്ലെങ്കിൽ ഊർജമോ ഇതൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകും. അപ്പോഴും ഈ ആളിൽ ഒരു വലിയ കാരുണ്യവും കരുതലും ഒരുക്കാൻ പരസ്പരം കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ആ ബന്ധങ്ങളെ എത്ര ഭംഗിയായിട്ടാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഇന്നൽ മർഅത്ത ഖുലിഖത് മിൻ ളിലഇൻ അൻ തസ്തഖീമു ലക അലാ തരീഖത്തിൻ. അള്ളാഹു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാകുന്നു, വാരി എല്ലിൽ നിന്നാകുന്നു. ആ വളവിനെ നമ്മൾ നേരെയാക്കാൻ നോക്കുകയാണ് എങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് അത് പൊട്ടിപ്പോവുക എന്നതാണ്. വളഞ്ഞൊരു സംഗതിയെ പെട്ടെന്ന് നേരെയാക്കാൻ നോക്കിയാൽ അവിടെ നമ്മൾ ബലം പ്രയോഗിച്ചാൽ ആ ബലം പ്രയോഗിക്കുക വഴിയായി അത് പൊട്ടിപ്പോകും. അത് പ്രവാചകൻ ആ പൊട്ടിപ്പോകുന്നതിന് വിശദീകരിക്കുകയാണ്, വകസ്റുഹ ത്വലാഖുഹ, നിങ്ങൾക്ക് അവളെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അതേ അവസ്ഥയിൽ തന്നെ നീ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിനക്ക് ആസ്വദിച്ചുകൊണ്ട് നിനക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഈ രണ്ട് വ്യക്തികളിലെയും മനോനിലകളെ അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളിലും ഉണ്ടാകുന്ന വേർതിരിവുകളെ വളരെ ഭംഗിയായി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നത് ഞാനാണ് വീട്ടിലെ കാരണവർ, അതുകൊണ്ട് ഞാൻ ജയിക്കണം എന്നതാണ്. നമ്മൾ ജയിക്കുക എന്നിടത്തേക്ക് നമ്മുടെ ചിന്ത പോകുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരാൾ ജയിക്കുകയും മറ്റാൾ പരാജയപ്പെടുകയും ചെയ്യുന്ന രംഗമില്ല. ഇതൊരു നൗകയാകുന്നു. ഇത് മറുകര എത്തുകയാണ് എങ്കിൽ രണ്ടുപേരും മറുകര എത്തും. അതല്ലത് എത്തുന്നില്ല എങ്കിൽ, പരാജയപ്പെടുകയാണ് എങ്കിൽ അവിടെ ഒരാൾ മാത്രമായിട്ട് പരാജയപ്പെടുന്നില്ല, രണ്ടുപേരും പരാജയപ്പെടും. ആ ഒരു ലോജിക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. 2025 കേരളത്തിലെ കുടുംബ കോടതികളിൽ തീർപ്പ് കൽപ്പിക്കാനായി എത്തിയ വിവാഹമോചന കേസുകളുടെ എണ്ണം 30,000-ഓളമാണ്. 30,000-ഓളം കേസുകൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും കുടുംബ കോടതിയിലേക്ക് പോയിന്നല്ല. നമ്മളൊക്കെ പറഞ്ഞു തീർക്കുന്നതും വേർപിരിച്ചു വിടുന്നതുമായ എത്രയോ കേസുകൾ വേറെ ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഉപരിയായിരിക്കും അതിൻ്റെ എണ്ണമെന്ന് പറയുന്നത്. എന്താണ് നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തത്? ഒരു ദീനിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പടച്ചവനും പറഞ്ഞു തന്നിട്ടുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുമെന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം ഒരു മുൾക്കിരീടമല്ല. അതിനെ നമുക്ക് ഏറ്റവും ആസ്വദിച്ച് തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഖുർആനിൽ അള്ളാഹു വേറെയും പറയുന്നുണ്ട്. അതേ അധ്യായത്തിലെ തന്നെ 129-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈന നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ ഇനി ആഗ്രഹിക്കുകയാണ് എങ്കിൽ പോലും സ്ത്രീകൾക്കിടയിൽ പൂർണ്ണമായിട്ടൊരു നീതി പാലിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച രക്ഷിതാവായ അള്ളാഹു പറയാണ്. അതുകൊണ്ട് ആ ഒരു പൂർണ്ണ നീതി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. മാന്യമര്യാദയായി ഏറെക്കുറെ ഭംഗിയാക്കി കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് വേണ്ടത്. പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ സ്ത്രീപക്ഷവാദികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലിംഗസമത്വത്തെ പറ്റിയാണ്. ആണിനും പെണ്ണിനും എല്ലാം ഒരേപോലെ ആയിരിക്കണം. ബാലുശ്ശേരി സ്കൂളിൽ അത് പ്രാവർത്തികമാക്കിയത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടായിരുന്നു. അതൊരു തലതിരിഞ്ഞ ചിന്തയുടെ തുടക്കമാണ് എന്ന് പലരും അറിഞ്ഞില്ല. എന്നാൽ അറിഞ്ഞവർ സമർത്ഥമായി തന്നെ
അതിന് എല്ലാവിധത്തിലുള്ള പിൻബലവും അല്ലെങ്കിൽ പിന്തുണയും നൽകി അതിനെ വളർത്തുകയായിരുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് വലിയൊരു തെറ്റായിട്ടുള്ള എല്ലാ സമീപനങ്ങളെയും സൗകര്യങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ധർമ്മബോധങ്ങളെയും തകർത്തു കളയുന്ന ചിന്താഗതികളുടെ ഭാഗമാണ് എന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ലിംഗസമത്വമല്ല, മറിച്ച് ലിംഗനീതിയാണ്. ആണിന് കുറേ കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട്, ആ പണി അവൻ ഭംഗിയായി നിർവഹിക്കുക. അതേപോലെ സ്ത്രീയോടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ അവരും ചെയ്യുക. ഈ രണ്ടു കൂട്ടരുടെയും ധർമ്മം നിർവഹിച്ചാൽ കുടുംബം ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവിടെ കലാപങ്ങൾ ഉണ്ടാവില്ല, അക്രമങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ അവർക്ക് തന്നെയും പരിഹരിച്ചു കൊണ്ടുപോകാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ക്ഷിപ്രകോപികളായിട്ടുള്ള പുരുഷന്മാരോട്, ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ഭാര്യയെ അടിക്കുകയും എന്നിട്ട് അതേ ഭാര്യയുമായി രാത്രിയിൽ സഹശയനം നടത്തുകയും ചെയ്യുന്ന ആ ഒരു വൃത്തികെട്ട രീതിയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഒരു മുഅ്മിനത്തായ ഒരാളെ വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹു ഖുലുഖൻ റളിയ മിൻഹ ആഖർ. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവരോട് വെറുപ്പുള്ളത് സ്വഭാവത്തിലുണ്ട് എങ്കിൽ മറ്റൊരു കാര്യം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് തീർച്ചയായും അതേ സ്ത്രീയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത് അന്വേഷിക്കാനും അതിനെ ബലപ്പെടുത്താനുമാണ് പുരുഷൻ എന്നുള്ള നിലയിൽ, കുടുംബത്തിലെ ഏറ്റവും നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതല. ഒരു കുടുംബം ഒരു രാഷ്ട്ര സംവിധാനമാണ് എങ്കിൽ ആ കുടുംബത്തിലെ പ്രധാനമന്ത്രിയുടെ റോളാണ് ഓരോ ഭാര്യയും നിർവഹിക്കേണ്ടത്, ഓരോ പെണ്ണും നിർവഹിക്കേണ്ടത്. വഹിയ റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവൾ ഭർതൃഗൃഹത്തിലെ ഭരണാധിപയാണ് എന്നുള്ളത്. അവിടെ നടക്കുന്ന ധർമാധർമ്മങ്ങളെ സംബന്ധിച്ചും ശരിതെറ്റുകളെ സംബന്ധിച്ചും തീർച്ചയായും അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൾ സമാധാനം പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഈ ഒരു ബോധം കൃത്യമായി തന്നെ കൊച്ചുനാളുകളിൽ തന്നെ പറഞ്ഞു കൊടുക്കാനും കേൾപ്പിക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം വാണിജ്യത്തിന് അല്ലെങ്കിൽ എല്ലാത്തിനെയും സാമ്പത്തികമായ മൂല്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ബന്ധങ്ങളെപ്പോലും മാർക്കറ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിനെയും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളൊക്കെ പൊതുവെ തിരക്കിലാണ്, ആർക്കും ഒരല്പം പോലും സമയമില്ല. മറ്റൊരാളെ കേൾക്കാനും ഒരാളെ സംബന്ധിച്ച് അല്പം സംസാരിക്കാനും ഒന്നും നമുക്ക് ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദമ്പതിമാർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ അവർ പരസ്പരമുള്ള സംസാരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായ പഠനങ്ങളാണ്. കുടുംബ ബന്ധത നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭാഗത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബവും ആ സമൂഹവുമായി പ്രവാചകൻ ഏറെ ഇഴുകിയാണ് പ്രവാചകൻ ജീവിച്ചിരുന്നതെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖാലിത്തുന, ഞങ്ങളുമായി പ്രവാചകൻ ഏറെ ഇണങ്ങിയാണ്, കൂടി ഇണങ്ങിയാണ് കഴിഞ്ഞിരുന്നത്. അത് ഏതുവരെ അദ്ദേഹം പറയാണ്, എനിക്കൊരു ചെറിയ സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഉമൈർ എന്നാണ്. പ്രവാചകൻ ഉമൈറിൻ്റെ അരികിലെത്തിയാൽ പ്രവാചകൻ ഉമൈറിനെ സലാം ചൊല്ലുകയും ആ കുട്ടിയെ പ്രത്യേകമായി പരിഗണിക്കുകയും അള്ളാഹുവിൻ്റെ റസൂല് അവനോട് അവൻ്റെ കുരുവിയുടെ വിശേഷം ചോദിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരെയും കൺവീൻസ് ചെയ്യിക്കാൻ, ഓരോരുത്തരെയും ഉൾക്കൊള്ളാൻ, ഓരോരുത്തരുടെയും റേഞ്ച് അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി ഇണങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കഴിയാൻ എനിക്കും നിങ്ങൾക്ക് പറ്റണില്ല. നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്.
മദ്രസ അല്ലെങ്കിൽ ദീനി പഠന കാര്യങ്ങളിലേക്ക് വലിയ താല്പര്യമില്ല പുതിയ കാലഘട്ടങ്ങളിൽ. ആ ഒരു പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു കൂടിയാലോചനയ്ക്ക് വിളിച്ചാലോ അവിടേക്ക് പോകാൻ അധ്വാനശീലരായിട്ടുള്ള അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്ന പിതാക്കന്മാർക്ക് ഒട്ടും സമയമില്ല. കാരണം ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടി പോകാന്നുള്ളത് അവരുടെ കണക്കിൽ അതൊരു നഷ്ടക്കച്ചവടമാണ് എന്നുള്ളതാണ്. എന്നാൽ കച്ചവടങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കച്ചവടം അതാണ്. നിങ്ങളുടെ ഒരു ദിവസത്തെ ഇടപാട് മാറ്റിവെച്ചാലും ഈ കാര്യത്തിൽ നിങ്ങൾ പോയിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അവിടെ വലിയ പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് കേൾക്കേണ്ടുന്ന ഉത്ബോധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ കഴിയുമെങ്കിൽ ജീവിതം വിജയിക്കാൻ അതുമതിയാകുമെന്നുള്ളതാണ്. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ എത്തുന്നില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബന്ധത്തെ സംബന്ധിച്ച് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ ഊന്നിപ്പറയാണ്. നമ്മളും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെ വളരെ നിർണായകമായൊരു സമയത്ത് പ്രവാചകൻ ഊന്നിപ്പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ 2-ാമത്തെ അധ്യായം സൂറ ബക്കറയിലെ 278-ാമത്തെ ആയത്തിന്റെ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട്. ഒരു കരാറിന്റെ മേലാണ് ഒരാൾ നിങ്ങളുടെ ഇണയായി പങ്കാളിയായി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കരാറിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ രേഖപ്പെടുത്തിയത് അഖദന മിൻകും മീസാക്കൻ ഗലീള എന്നുള്ളതാണ്. ബലിഷ്ഠമായിട്ടുള്ള കരാറാണ് നിങ്ങളിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി അവരുടെ പിതാക്കളോ അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരോ മറ്റുള്ളവരോ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ എത്ര കണ്ട് ഭംഗിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ സ്വകാര്യമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബന്ധത്തിൻ്റെ ഏറ്റവും സുന്ദരമായൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ ഭാര്യയുമായി കളിച്ചിരുന്നു. ഇത് പറഞ്ഞ ഞങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പ്രവാചകൻ ഇത്രയും ജോലി തിരക്കുള്ള ലോകത്തിൻ്റെ തന്നെ ഗുരുവായി അള്ളാഹുവിൻ്റെ റസൂല് ആയിട്ടുള്ള പ്രവാചകൻ തൻ്റെ ഭാര്യമാരോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതൊരു ആശ്ചര്യകരമായി തോന്നുമെങ്കിലും സത്യം അതാണ്. ആസ്വാദനങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചില ചില്ലറ വഴക്കുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സമ്മിശ്രമായ ജീവിതത്തിൽ എല്ലാം കൊണ്ടും കൊടുത്തുമായിട്ടാണ് പ്രവാചകൻ ജീവിച്ചത്. തിർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ഹൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, അന ഹൈറുക്കും ലി അഹ്ലി. ഞാൻ ഏറ്റവും നന്നായിട്ടാണ് എൻ്റെ കുടുംബക്കാരോട് പെരുമാറുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നോക്കൂ, നമ്മൾ വല്ലപ്പോഴും ഒക്കെ കാണുന്ന ആൾക്കാരോട് വളരെ ഭംഗിയായി നന്നായിട്ട് നമ്മൾ അഭിനയിക്കും. നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായി അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ നിത്യവും കാണുന്ന, എപ്പോഴും നമ്മൾ സഹവസിക്കുന്ന, നമ്മുടെ നല്ല സ്വഭാവത്തിന് ഏറ്റവും അർഹരായിട്ടുള്ള ജീവിത പങ്കാളികളോട് അങ്ങനെ പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കണം. അത് നമ്മുടെ കരാറിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും വിശ്വാസത്തെ നമ്മൾ കണക്കാക്കുന്നത് ഇബാദത്തുമായിട്ടാണ്. നല്ല വിശ്വാസിയാണ് എങ്കിൽ ഒരുപാട് സുന്നത്തും ഫർളും എല്ലാം ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരാളെയാണ് നമ്മൾ ഏറ്റവും വലിയ മുഅ്മിനായിട്ട് കാണുക. എന്നാൽ അതിനെ നിസ്സാരവൽക്കരിക്കല്ല, അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാന, പൂർത്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസികൾ ഈമാൻ പൂർത്തിയായ ആളുകൾ, അഹ്സനഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ള ആളുകളാണ്, സൽസ്വഭാവികളായിട്ടുള്ള ആളുകളാണ്. ഖിയാറുക്കും ലിനിസാഇഹിം. അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളുമായി ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടു കൂടി നിങ്ങൾ വർത്തിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണർത്തുകയാണ്. അവിടെയാണ് നിങ്ങളുടെ ഈമാനിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നമ്മൾ പള്ളിക്കമ്മിറ്റി ആയിരിക്കും, പോലീസായിരിക്കും, പട്ടാളായിരിക്കും,
ഇനി ഭരണാധിപന്മാരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ വീട്ടിലെങ്ങനെയാകണം എന്നാണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിയാൽ ഏറ്റവും ചെറിയ കുട്ടികളെ പോലെ ആകണം. അങ്ങനെയൊക്കെ നിങ്ങൾ ആകേണ്ടതുണ്ട്. അവരെ നിങ്ങളോട് പൗരുഷം തേടേണ്ടി വന്നാൽ, തേടുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളെയും ഏതെങ്കിലും പ്രത്യാഘാതങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ നല്ലൊരു യുവാവായി, പുരുഷനായി നിങ്ങൾ രംഗത്ത് വരണം. അതുവരെ നിങ്ങൾ കുട്ടികളെപ്പോലെ ആയിരിക്കണമെന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒട്ടി നിൽക്കുന്ന ആളുകൾ നമ്മുടെ വസ്ത്രം പോലെ, ആ ബന്ധത്തെ ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു പ്രയോഗം അങ്ങനെയാണ്. അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രമാണ് എന്നുള്ളത്. എൻ്റെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതിൻ്റെ വസ്ത്രമാണ്. അതേപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരവരുടെ ഇണകളാണ്. ജീവിത സായാഹ്നത്തിൽ, ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈ ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ഏറ്റവും നല്ല രീതിയിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ മഹല്ല് സംവിധാനങ്ങളിൽ വലിയൊരു സമയം പോകുന്നത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പലതും തീരുന്നില്ല എന്നതാണ് ആധുനിക കാലത്തെ പ്രശ്നമെന്ന് പറയുന്നത്. ഖുർആൻ എത്രയോ ഭംഗിയായി ആ വിഷയം പറഞ്ഞിരിക്കുന്നു. ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, മര്യാദയനുസരിച്ച്, മര്യാദയോടുകൂടി നിങ്ങളവരെ ചേർത്തു നിർത്തുക. പണി കൊടുക്കണമെന്ന അർത്ഥത്തിൽ, മര്യാദ പഠിപ്പിക്കണമെന്ന അർത്ഥത്തിൽ, ഹുങ്ക് കുറക്കണമെന്ന അർത്ഥത്തിൽ ഒരാളും ഒരു ഇണയെയും കൈകാര്യം ചെയ്യരുത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ ഔസരിഹൂഹുന്ന ബിമഅറൂഫ്, മര്യാദ അനുസരിച്ച് തന്നെ അവരെ നിങ്ങൾ മോചിപ്പിച്ചു വിടേണ്ടതുമുണ്ട് എന്നുള്ളതാണ്. ഏത് ജീവിത സാഹചര്യത്തിലും സായാഹ്നത്തിലും അവശതയിലും നമ്മളോടൊപ്പം നമ്മളുടെ എല്ലാ ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് കൂടെ കഴിയാൻ ഉള്ള ആളുകൾ നമ്മുടെ ഇണകളായിരിക്കും. അതുകൊണ്ട് റസൂല് തൻ്റെ പ്രസംഗത്തിൽ വീണ്ടും പറയുകയാണ്, പ്രവാചകൻ, നിങ്ങൾക്ക് അവരോടുള്ള ബാധ്യതകൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം. അക്കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം എന്നുള്ളത്. ആ രീതിയിൽ കുടുംബത്തെ ഏറ്റവും നല്ല നന്മയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.